ഇവന്റെ പേരെന്നാന്ന് അറിയത്തില്ല. അങ്ങനെ പഠിക്കാൻ നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിന്ന് വാളയിനെ പിടിക്കുന്നു, ബാസിനെ പിടിക്കുന്നു, വേറെ എന്തിനൊക്കെ പിടിക്കുന്നു. ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒരു പേര് വിടും. അതെ, അത് ആദ്യം കിട്ടുന്ന മീനിന്റെ പേര് വെച്ചായിരിക്കും. അത് ഉറപ്പായിട്ടും. നമ്മളിവിടെ ഇതുവരെ പിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് വന്ന് നോക്കുകയാണ് എന്തെങ്കിലും കിട്ടുമെന്ന്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ട് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ശ്രമിച്ചു നോക്കാം. ഒരു മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾക്ക് ഒരു മീൻ കിട്ടിയിരിക്കുകയാണ്. ഒരു വലിയ മീനെ കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഇവന്റെ പേരെന്നാന്ന് അറിയത്തില്ല, പക്ഷെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കണം. അല്ല, കിടില മീൻ, നാട്ടിലെ പോലത്തെ ഒരു മീൻ. അതെ, വളരെ ചെറിയ മീൻ ആയതുകൊണ്ട് ഞങ്ങൾ ഇതിനെ റിലീസ് ചെയ്യുകയാണ്. അതെ, പോയി രക്ഷപ്പെടും മാനെ. ടാറ്റാ. ആൻഡ് വിൽ ട്രൈ അഗൈൻ. പിന്നെയും ട്രൈ ചെയ്യുന്നു. അതെ അതെ, നമ്മൾ അവന്റെ അച്ഛനെ പിടിക്കാൻ നോക്കുന്നത്. 1 hour later. നമ്മളപ്പോ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നമുക്ക് നോക്കാം ഈ അടുത്തും അതുപോലെ ഭാഗ്യമുണ്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് പോകാൻ പോവുകയാണ്. ഇത് ബോട്ടിൽ വന്ന് ഫിഷ് ചെയ്ത് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് വലിയ മീനുകളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. നമുക്ക് കുറച്ച് പായലും ബാസ്തറയും കിട്ടിയുള്ളൂ. ഒരു കുഞ്ഞു മീനെ കിട്ടിയ കേട്ടോ, നല്ലൊരു കിടിലൻ കുഞ്ഞു മീൻ. പക്ഷെ നമ്മളതിനെ തിരിച്ചു കിട്ടും. ബ്ലൂഗിൽ എന്നാണ് ആഷില് പറഞ്ഞത്, ഫിഷ് എക്സ്പെർട്ട് ആഷില് പറഞ്ഞത്. അത് ബ്ലൂഗിലാണ് ആഷില് നമുക്ക് കിട്ടിയ മീൻ. ആണോ? നമുക്ക് ഇനി തിരിച്ചു പോവാം. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആദ്യത്തെ പരിശ്രമം പൊട്ടി. ഒരു ചെറിയ മീനെ മാത്രമേ കിട്ടിയുള്ളൂ. ഒളിച്ചിരിക്കുകയാണ്. തളരത് രാമകുട്ടി. ഞങ്ങളിത് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ എത്തുന്നു. നല്ല കിടിലൻ സ്പോട്ട്, ടിമ്മിൻസിലെ വെച്ച് കിടിലൻ സ്പോട്ട്. നോക്കൂ ഗൈസ്, ഈ ലേക്കിലാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത്. ലേക്കിന്റെ നടുക്ക് പോകാൻ വേണ്ടി നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷോർ ഫിഷിംഗ് ചെയ്യുന്നു. അതെ, നമുക്ക് നോക്കാം. എന്തെങ്കിലും കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. എന്ത് ബ്യൂട്ടിഫുൾ അല്ല ഈ ലേക്കൊക്കെ. ഇതിനകത്തുള്ള മീനൊക്കെ കൊത്തിയാൽ മതിയായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഞാൻ ഇത് ഓർക്കുമ്പോ കുട്ടനാടാണ് ഓർത്തത്. എന്തോ എങ്ങനെ സൈഡിൽ നെൽപ്പാടത്തിന് നടുവിലൂടെ റോഡ്, രണ്ട് സൈഡിലും വെള്ളം. അപ്പുറ സൈഡ് വെള്ളമില്ല, പക്ഷെ അവിടെ റെയിൽവേ പാളം ഉണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഫിഷിംഗ് യാത്രയിലാണ്. ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. ഇതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി. ഇതുവരെ 00 മാത്രം അവന് കിട്ടിയിട്ടുള്ള ഫിഷ് ആയിട്ട്. One minute later. നമ്മൾ സ്പോട്ടിലേക്ക് എത്തുവാണ് ഗൈസ്. നോക്ക്, രണ്ട് സൈഡിലും വെള്ളം. ഫിഷിംഗ് സ്പോട്ട്. അതെ, നമുക്ക് ബോട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ കരയിൽ നിന്ന് മീൻ പിടിക്കുന്നു. ഇവിടെ തവള നന്നായിട്ട് വർക്ക് ചെയ്യും. ആണോ? പക്ഷെ നിന്റെ എക്സ്പെർട്ടീസ് വെച്ച് പറയാം എങ്ങനെയാണ്. പക്ഷെ നിന്റെ അഭിപ്രായം എന്താ? കണ്ടന്റിന് വേണ്ടി കൂട്ടിക്കൊടുപ്പ് ചെയ്തിട്ടുണ്ട്. അവസാനം പ്രോബലേട്ടന് ഒന്നിനെ കിട്ടിയിരിക്കുകയാണ്. നൈസ്. ചൂണ്ട നോക്ക്, വെയിറ്റ് നോക്ക്. പിന്നെ ഇത് ചെറുതാ, ചൂണ്ട നോക്കി നോക്ക്. ഇത് ചെറുതോ? എന്താ ഇത് ചെറുതോ? അങ്ങനെ എന്തെങ്കിലും കിട്ടി. പ്രോബലേട്ട സേ ഹായ്. ആദ്യത്തെ മീൻ. യെസ് ഗൈസ്, നോക്കൂ മീനിന്റെ വലുപ്പം നോക്ക്. വലിയ വലുപ്പമൊന്നും ഇല്ലെങ്കിലും ആദ്യത്തെ മീൻ ഇത്ര വലുപ്പം മതി. ഇവനെയാണ് നമ്മൾ പൈക്കെന്ന് പറയുന്നത്. കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ഒന്നും അല്ല, ദേഹത്ത് മൊത്തം ഇവൻ എന്തോ ഒരുമാതിരി സ്ലൈമിയാണ് ഇവൻ. പക്ഷെ ഇവനുണ്ടല്ലോ ഭയങ്കര മുള്ള. അതാണ് നമ്മൾ ഇവനെ വിട്ട് കളയാൻ വേണ്ടി പോവാ. ചത്തോട നീ പെട്ടക്കട നീ.
അപ്പോൾ നമ്മളിവനെ പതുക്കെ വെള്ളത്തിൽ റിലീസ് ചെയ്യുന്നു. കുഞ്ഞുമ്മയും കൊടുക്കട്ടെ. പോകണ്ടേ അങ്ങനെ നമ്മൾ അവനെ ഇറക്കി വിട്ടിരിക്കുന്നു. പോയ പോക്ക് കണ്ടോ, ഒരൊറ്റ പോക്ക്. അപ്പോൾ ഓക്കെ, ഓൺ ടു ദി നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് മിസ്റ്റർ ആഷൽ ആന്റണി. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. 1 minute later. ഗായ്സ്, പ്രോബിലേറ്റർ അടുത്ത മീനെ കിട്ടി. നല്ലൊരു മീൻ. ഇവന്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ കിടലിനെ ഇറച്ചി. അത് നമ്മൾ ഇവനെ വിടുന്നില്ല, നമ്മൾ ഇവനെ കൊണ്ട് പൊരിക്കാൻ പോവുക. അങ്ങനെ നമ്മൾ ഇവനെ ബക്കറ്റിലാക്കിയിരിക്കുകയാണ്. അവൻ കൊന്നില്ലല്ലോ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ആക്ച്വലി ഇന്ന് മീൻ കിട്ടാത്തതിൽ എനിക്ക് വിഷമമുണ്ടോ? 100 ശരിയല്ലായിരുന്നു. അതെ, വിഷമിക്കല്ലേ, കാര്യം പറ. കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വരും. നമുക്ക് അടുത്ത വട്ടം കിട്ടും. ലൈറ്റാ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത വട്ടം മീൻ കിട്ടും ഗൈസ്. അടുത്ത വട്ടം നമ്മളെല്ലാരും പുതിയ സാധനങ്ങൾ എപ്പോ വാങ്ങിച്ചു പോകുന്നു അപ്പോഴൊന്നും നമുക്ക് മീൻ കിട്ടാറില്ല. അതെ, Next day, അടുത്ത ദിവസം നമ്മള് തകർക്കും. അതെ. There is always tomorrow, so പിന്നല്ല അത്രേ ഉള്ളൂ. ഇടിച്ചിട്ടാ വണ്ടിനെ നേരെ നോക്കി ഓടിക്കും. പിന്നെ വണ്ടി തിരിക്കുമല്ലോ ഇവിടെ, തിരിക്കട്ടവൻ. എന്നാ ശരി ഗൈസ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത ഇതുമായിട്ട് കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. Peace out.